കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാന വാതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എവിടെ ആയിരിക്കണം, അതെങ്ങനെയൊക്കെ പണിയാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ദിക്ക് നോക്കാം. ദിക്കിൽ ആണെങ്കിൽ അത് എവിടെ വരണം എന്നുള്ളത് ആദ്യം നോക്കാം. ഇത് സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഈ പ്രധാന വാതിലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട് അത് ചെയ്യാനായിട്ട്. ഒന്ന്, നമ്മുടെ വാസ്തുവിൽ ഇതിനെ 9 പദങ്ങളാക്കി തിരിച്ചിട്ട് ഓരോ പദങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. 4, 5, 6 പദങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അതല്ലാതെ ഫ്ലൈങ് സ്റ്റാർ നോക്കി ഏറ്റവും നല്ല സ്റ്റാർ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അത് ഡോർ വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അതല്ല, വീടിനെ 4 ആയിട്ട് തിരിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സൈഡുകളുണ്ട്. അപ്പം ആ സൈഡിൽ പോസിറ്റീവായിട്ടുള്ള സൈഡുകളിലും ഡോർ പണിയാമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഞാൻ വേറൊരു മെത്തേഡ് പറയാം. ഇത് ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അത് പറയാം. സൗത്ത് ഫേസിംഗ് ആണ് വീട് എന്ന് കരുതുക. അതായത് ഇവിടെ കിഴക്ക് പടിഞ്ഞാറായിട്ട് റോഡ് നിൽക്കുന്നു, വീട് സൗത്ത് ഫേസിംഗ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗത്തിൻ്റെ ഒരു കോർണർ വിട്ടിട്ട് ഈ ഭാഗത്ത് ഡോർ വയ്ക്കുന്നത് വളരെ ഉത്തമമായിട്ട് കാണാറുണ്ട്. അപ്പോൾ മെയിൻ ഡോർ ഇവിടെ പണിയാം, തെക്കോട്ട് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വീട് ഈ നോർത്ത് വെസ്റ്റ് ഒരടി വിട്ട് ഇവിടെ ഡോർ പണിയാം. ഇത് വളരെ പ്രോസ്പെരിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അടുത്തത്, ഇത് ഇങ്ങനെ വെസ്റ്റ് ഫേസിങ് ആയിട്ടുണ്ട്. ഇങ്ങനെ റോഡ് നിൽക്കുന്നു, അതായത് തെക്ക് വടക്ക് റോഡ് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇവിടെ ചെയ്യാം. അതല്ല, നോർത്തിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അടി വിട്ടിട്ട് ഇവിടെ ഇത് കണക്ക് ഡോർ ചെയ്യാം. നല്ല പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കും. ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നിതാണ്. അതല്ല, കിഴക്കാണ് നമ്മളുടെ റോഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരടി വിട്ടിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാം. ഇതിൽ ഏറ്റവും നല്ല 2 ഡോറുകൾ ഇതാണ്. അത് നോർത്തിലോ ഈസ്റ്റിലോ ഫേസിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഡോറ് പറ്റത്തുള്ളൂ. ഏറ്റവും നല്ല ഇത് ഈ ഭാഗത്താണ്. ഇവിടെ ഡോർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല പ്രോസ്പെരിറ്റി ഉണ്ടാവും. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസ് വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്, പാദങ്ങൾ വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. അപ്പം ഈ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജമെല്ലാം സ്വീകരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ജനലുകളും വാതിലുകളും ഈ വീടിൻ്റെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. പ്രധാന വാതിലാണെങ്കിൽ പറയുകയും വേണ്ട. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ തെക്കിൽ ഇവിടെ കൊടുക്കാം, പടിഞ്ഞാറിൽ ഇവിടെ കൊടുക്കാം, വടക്കിൽ ഇവിടെ കൊടുക്കാം, കിഴക്കിൽ ഇവിടെ കൊടുക്കാം. അങ്ങനെ ഈ സ്ഥലങ്ങളിൽ പ്രധാന ഡോറ് വരുന്നത് നല്ലതാണ്. ഇനി പ്രധാന ഡോറ് പണിയുമ്പോൾ മറ്റ് ഡോറുകളെക്കാൾ അല്പം വലുതാക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, 2 പാളിയുള്ള, അതായത് 2ആയിട്ട് തുറക്കുന്ന ഡോറ് നല്ലതാണോ? അങ്ങനെ 2ആയിട്ട് തുറക്കുന്ന ഡോറും ചെയ്യാം. അതിൻ്റെ ഒരേ വലിപ്പമായിരിക്കണം ഈ 2 ഡോറുകളും. അതിൽ വലിപ്പ വ്യത്യാസമുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ തങ്ങളിൽ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത്, കിഴക്ക് ഈ കട്ടളയും മറ്റേ ഡോറും രണ്ടും ഒരേ തടികൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ആഞ്ഞിലിൻ്റെ കട്ടളയും പ്ലാവിൻ്റെ ഡോറും ആയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം തേക്കാണെങ്കിൽ ഡോറും കട്ടളയും തേക്ക് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും, ഒരേ തടി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പ്രധാന കട്ടളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ കാണുന്നുണ്ട്, അടിപ്പടിയില്ല. മുകളിലത്തെ പടിയുണ്ട്, താഴത്തെ പടിയില്ല. അത് വീട്ടിലെ ഗൃഹനാഥയെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഹെൽത്ത് പ്രോബ്ലമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിപ്പടി ഇല്ലാത്തവർ അടിപ്പടി കൂടി ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പുതിയ വീട് വയ്ക്കുമ്പോൾ ഉറപ്പായും അടിപ്പടിയുള്ള അടിപ്പടി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില ബാഡായിട്ടുള്ള സിമ്പലുകൾ ഡോറിൽ കൊത്തിവെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിമ്പലുകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോർ എപ്പോഴും നല്ല വൃത്തി ഉണ്ടായിരിക്കണം. നല്ല ഒരു വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് അതിൻ്റെ കട്ടളയും ഡോറും നോക്കി പറയാമെന്നാണ് പറയുന്നത്.
അപ്പോൾ വീടെന്ന് പറയുന്നത് വീടിൻ്റെ ഡോറെന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളെയും സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതെപ്പോഴും വൃത്തിയായി ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഡോറ് നല്ലതുപോലെ തുടച്ച് അതിനകത്ത് നമുക്ക് മഞ്ഞളും പനിനീര് ചന്ദനം ഇതെല്ലാം കൂടെ അരച്ച് അതിനകത്ത് ഓമും സ്വസ്തിക്കും അതൊക്കെ വരച്ച് ഇടുന്നത് ഒരു പോസിറ്റീവ് എനർജി വരാൻ നല്ലതാണ്. പ്രധാന വാതിലിൻ്റെ സമീപം പച്ചക്കർപ്പൂരം, ഏലയ്ക്ക, ഗ്രാമ്പു, കല്ലുപ്പ് ഇതൊക്കെ വെക്കുന്നത് ആ വീട്ടിലേക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും വരാൻ നല്ലതാണ്. പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതിന് സമീപത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വെക്കുകയാണെങ്കിൽ ഒത്തിരി പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരാൻ നല്ലതാണ്. പരമാവധി ചൂല്, ചെരുപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ പ്രധാന വാതിലിൽ നിന്നും ഒഴിച്ചു വയ്ക്കുക. പിന്നെ പ്രധാന വാതിൽ അടച്ച് വണ്ടി ഇടുന്ന പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അത് ഒട്ടും നല്ലതല്ല. ഡോർ അടച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതുപോലെ രാത്രി സമയങ്ങളിൽ പ്രധാന ഡോറിന് വെളിയിൽ ആ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് രാത്രി ഫുൾ ഇടുന്നത് ആ വീട്ടിലേക്ക് ഊർജ്ജം വരാനുള്ള സാധ്യത പരമാവധി വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാന വാതിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.